ഇനി നമുക്ക് ക്യാരക്ടർ അറേ സ്ട്രിങ് നോക്കാം. String is a sequence of characters that is treated as a single data item and terminated by null character /0. അപ്പം സ്ട്രിങ് എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്നത്. അതൊരു സിംഗിൾ ഡാറ്റ ഐറ്റം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്ട്രിങ് ടെർമിനേറ്റ് ചെയ്യുന്നത് /0 എന്ന് പറയുന്ന നൾ ക്യാരക്ടർ വെച്ചിട്ടാണ്. റിമെമ്പർ ദാറ്റ് സി ലാംഗ്വേജ് ഡസ് നോട്ട് സപ്പോർട്ട് സ്ട്രിങ് ആസ് എ ഡാറ്റ ടൈപ്പ്. അപ്പോൾ സി ലാംഗ്വേജ് സ്ട്രിങ് എന്ന് പറയുന്നത് ഒരു ഡാറ്റ ടൈപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. എ സ്ട്രിങ് ഈസ് ആക്ച്വലി വൺ ഡയമെൻഷണൽ അറേ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ സി ലാംഗ്വേജ്. അപ്പോൾ സ്ട്രിങ് എന്ന് പറയുന്നത് ക്യാരക്ടർ അറേ വൺ ഡയമെൻഷണൽ ക്യാരക്ടർ അറേ ആയിട്ടാണ് സി ലാംഗ്വേജ് കണക്കാക്കുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എങ്ങനെയാണ് സ്ട്രിങ് ഒരു അറേക്കകത്ത് ക്യാരക്ടർ അറേക്കകത്ത് കൺസിഡർ ചെയ്യുന്നതെന്ന്. ഇവിടെ തന്നേക്കുന്ന സ്ട്രിങ് എന്ന് പറയുന്നത് ഹലോ വേൾഡ്. ഹലോ വേൾഡ് എന്ന് പറയുമ്പോൾ 12 ക്യാരക്ടേഴ്സ് ഉണ്ട്. അതെങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹലോ സ്പേസ് വേൾഡ് എന്ന് പറയുന്നത് 11 ക്യാരക്ടർ പ്ലസ് /0 എന്ന് പറയുന്ന ക്യാരക്ടറും കൂടെ കൂട്ടിയാണ് ടോട്ടലി 12 ക്യാരക്ടേഴ്സ് അലോ ആവുന്നത്. The string hello world contains 12 characters including /0 character which is automatically added by the compiler at the end of the string. അപ്പം /0 എന്ന് പറയുന്ന ക്യാരക്ടർ അരേ ഓപ്പറേഷൻ ക്യാരക്ടർ അരേ ഓപ്പറേഷൻ്റെ കൂടെയും ആഡ് ചെയ്യുന്ന ഒരു നൾ ക്യാരക്ടറാണ് സ്ട്രിങ്ങിനകത്താണ് നമ്മൾ /0 ഓട്ടോമാറ്റിക്കലി കമ്പൈലർ ആഡ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് സ്ട്രിങ് വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇനിഷ്യലൈസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ദർ ആർ ഡിഫറെൻറ്റ് വേസ് ടു ഇനിഷ്യലൈസ് എ ക്യാരക്ടർ അറേ വേരിയബിൾ. അപ്പം നമ്മൾ പറഞ്ഞായിരുന്നു സ്ട്രിങ് ഒരു ക്യാരക്ടർ അറേ ഓഫ് ക്യാരക്ടേഴ്സ് ആയിട്ടാണ് സി ലാംഗ്വേജ് കണക്കാക്കുന്നത് എന്ന് പറഞ്ഞായിരുന്നു. അപ്പം നമുക്ക് ക്യാരക്ടർ അറേയിൽ എങ്ങനെയാണ് ഡേറ്റാസ് ഇനിഷ്യലൈസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡിക്ലെയർ ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനകത്ത് ഫസ്റ്റ് കൊടുത്തേക്കുന്ന എക്സാമ്പിൾ ക്യാർ നെയിം ഓഫ് 13 സ്റ്റഡി ടു നൈറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഡിക്ലെയർ ചെയ്യാം. അതുപോലെ തന്നെ ക്യാരക്ടർ നെയിം ഓഫ് 10 എന്ന് കൊടുത്തിട്ട് നമുക്ക് ഓരോന്ന് സിംഗിൾ കോഡ്സിൽ വേണമെങ്കിൽ ക്യാരക്ടർ അറേ ഇനിഷ്യലൈസേഴ്സ് ചെയ്യാം. Remember that when you initialize a character array by listing all of its characters separately, then you must supply the null /0 character explicitly. അപ്പോൾ നമ്മൾ ഏത് ക്യാരക്ടർ അറേ ഇനിഷ്യലൈസ് ചെയ്താലും ഓട്ടോമാറ്റിക്കലി എക്സ്പ്ലിസിറ്റലി /0 എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യണം നൾ ക്യാരക്ടറായിട്ട്. ഇനി എങ്ങനെയാണ് സ്ട്രിങ്ങിനെ ടെർമിനലിൽ നിന്ന് റീഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ടെർമിനലിൽ നിന്ന് സ്ട്രിങ്ങിനെ റീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കീബോർഡ് വഴി നമ്മളെങ്ങനെയാണ് സ്ട്രിങ്ങിനെ റീഡ് ചെയ്യുന്നതെന്ന് നോക്കാം. യു ക്യാൻ യൂസ് ദി സ്കാൻഎഫ് ഫംഗ്ഷൻ ടു റീഡ് എ സ്ട്രിങ്. അപ്പോൾ സ്കാൻഎഫ് ഫംഗ്ഷനാണ് സ്ട്രിങ്ങിനെ റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ദി സ്കാൻഎഫ് ഫംഗ്ഷൻ റീഡ് സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് അണ്ടിൽ ഇറ്റ് എൻകൗണ്ടേഴ്സ് വൈറ്റ് സ്പേസ്. അപ്പം സ്കാൻഎഫ് ഫംഗ്ഷൻ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് റീഡ് ചെയ്യും, പക്ഷേ എവിടെ വൈറ്റ് സ്പേസ് കാണുന്നോ അവിടെ നിൽക്കും. അവിടം വരെയുള്ള സ്ട്രിങ് വേരിയബിളിനെ മാത്രമേ സ്കാൻഎഫ് ഫംഗ്ഷന് റീഡ് ചെയ്യുന്നുള്ളൂ. ഇവിടെ തന്നേക്കുന്ന എക്സാമ്പിളിനകത്ത് ആദ്യമേ ഒരു ഒരു ക്യാരക്ടർ 20 സൈസുള്ള ഒരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്യുന്നു. പിന്നെ പ്രിൻ്റ്എഫിനകത്ത് നെയിം എൻ്റർ ചെയ്യാൻ പറയുന്നു. പിന്നെ സ്കാൻഎഫിനകത്ത് നമുക്ക് ഡേറ്റാസിനെ റീഡ് ചെയ്യാനുള്ള കോഡ് എഴുതി കൊടുക്കുന്നു. ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്ന നെയിം എന്ന് പറയുന്നത് ഡെന്നിസ് റിച്ചി എന്നാണെങ്കിൽ കമ്പൈലർ ഡെന്നിസ് സ്പേസ് ഉള്ളത് കൊണ്ട് ഡെന്നിസ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഈവൻ ദോ ഡെന്നിസ് റിച്ചി വാസ് എൻറ്റേർഡ് ഇൻ ദ എബോവ് പ്രോഗ്രാം, only റിച്ചി വാസ് സ്റ്റോർഡ് ഇൻ നെയിം സ്ട്രിങ്. ഇറ്റ് ഈസ് ബിക്കോസ് ദർ വാസ് എ സ്പേസ് ആഫ്റ്റർ റിച്ചി. അപ്പം ഇതിനകത്ത് ഡെന്നിസ് മാത്രമേ എടുക്കുന്നുള്ളൂ, ബാക്കി ഉള്ളത് നമ്മുടെ കമ്പൈലർ റീഡ് ചെയ്യുന്നില്ല.
അപ്പം നമ്മുടെ ടെക്സ്റ്റിലെ ലൈൻ ഓഫ് ടെക്സ്റ്റ് എങ്ങനെയാണ് റീഡ് ചെയ്യുന്നതെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ കാണും. അതിനുവേണ്ടി നമ്മൾ സിക്കകത്ത് യൂസ് ചെയ്യുന്ന 2 ഫങ്ഷൻസാണ് ഗെറ്റ്സ് ഫങ്ഷൻസും അതുപോലെ തന്നെ പുട്ട് ഫങ്ഷൻസും. ഗെറ്റ്സ് ഫങ്ഷൻ ലൈൻ ഓഫ് സ്ട്രിങ്ങിനെ റീഡ് ചെയ്യാനും അതുപോലെ തന്നെ പുട്ട് ഫങ്ഷൻ ആ സ്ട്രിങ്ങിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയുമാണ് നമ്മൾ സിക്കകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പം ഗെറ്റ്സ് ഫങ്ഷനും പുട്ട് ഫങ്ഷനും വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം താഴെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്മളൊരു ക്യാരക്ടർ നെയിം എന്ന് പറയുന്ന ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്യുന്നു. നെയിം എന്ന് പറയുന്ന ക്യാരക്ടർ അറേയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. സെക്കൻഡ് ലൈൻ വന്നു കഴിഞ്ഞപ്പം നമ്മൾ നെയിം എൻ്റർ ചെയ്യുന്നു. പിന്നെ ഗെറ്റ്സ് നെയിം നമ്മുടെ സ്ട്രിങ് റീഡ് ചെയ്യാനുള്ള ഫങ്ഷൻ എഴുതി കൊടുക്കുന്നു. പിന്നെ നമുക്ക് അത് പ്രിൻ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ പുട്ട്സ് നെയിം സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഫങ്ഷൻ കൊടുക്കുന്നു. ഇപ്പം നമ്മൾ ഈ പ്രോഗ്രാം റൺ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ടോം ഹാങ്ക്സ് എന്ന് പറയുന്ന ഒരു പേര് കൊടുക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നെയിം ടോം ഹാങ്ക്സ് എന്നായിരിക്കും. അപ്പം നമ്മൾ സ്കാൻഎഫ് ഫങ്ഷൻ ഉപയോഗിച്ചും അതുപോലെ തന്നെ പ്രിൻ്റ്എഫ് ഫങ്ഷൻ യൂസ് ചെയ്തും ഒരു സ്ട്രിങ്ങിനെ റീഡ് ചെയ്യുകയും പ്രിൻ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ സ്പേസ് വരെ നമ്മുടെ ആ സ്ട്രിങ് റീഡ് ചെയ്യുന്നുള്ളൂ. പിന്നീടുള്ള ഭാഗം നമുക്ക് ഔട്ട്പുട്ടായിട്ട് ലഭിക്കുകയല്ല. അതിനുവേണ്ടിയാണ് നമ്മൾ ഗെറ്റ്സ് അല്ലെങ്കിൽ പുട്ട്സ് ഫങ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഗെറ്റ്സ് അല്ലെങ്കിൽ പുട്ട്സ് ഫങ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലൈൻ ഓഫ് ടെക്സ്റ്റിനെ തന്നെ റീഡ് ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനും സാധിക്കും. സി ലാംഗ്വേജ് കുറേ സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ string.h എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ലൈബ്രറിക്കകത്താണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ സ്ട്രിങ് ഫങ്ഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ സ്ട്രിങ് ഫങ്ഷൻ്റെ ഒരു പ്രോഗ്രാം എഴുതുന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ stdio.h ഹെഡർ ഫയലായിട്ട് യൂസ് ചെയ്യുന്ന പോലെ string.h എന്ന് പറയുന്ന ഹെഡർ ഫയൽസ് യൂസ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫങ്ഷനാണ് strlen. അപ്പം strlen ഫങ്ഷൻ യൂസ് ചെയ്യുന്നത് ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കാണുന്നതിന് വേണ്ടിയാണ് നമ്മൾ strlen ഫങ്ഷൻ യൂസ് ചെയ്യുന്നത്. ലെങ്ത് ഓഫ് സ്ട്രിങ് മീൻസ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ സ്ട്രിങ്. അപ്പം ലെങ്ത് ഓഫ് സ്ട്രിങ് എന്ന് പറയുമ്പം ഒരു സ്ട്രിങ്ങിലെ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സിനെ എൻകൗണ്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ strlen ഫങ്ഷൻ യൂസ് ചെയ്യുന്നത്. strlen ഫങ്ഷൻ accepts a string as an argument and returns an integer number which indicates the length of string. അപ്പം strlen ഫങ്ഷന് സ്ട്രിങ് ഒരു ആർഗ്യുമെൻ്റായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു, പക്ഷെ റിട്ടേൺ ചെയ്യുന്നത് ഒരു ഇൻറ്റിജർ നമ്പറാണ്. ഇൻറ്റിജർ നമ്പർ എന്ന് പറയുമ്പം നമ്മുടെ സ്ട്രിങ്ങിൻ്റെ ലെങ്തിനെയാണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മുടെ len ഫങ്ഷൻ്റെ സിൻടാക്സ് കൊടുത്തിട്ടുണ്ട്. ലെങ്ത് strlen ഓഫ് സ്ട്രിങ് നെയിം. അങ്ങനെയാണ് നമ്മൾ strlen ഫങ്ഷന് പെർഫോം ചെയ്യുന്നത്. ഇവിടെ തന്നേക്കുന്ന ഒരു എക്സാമ്പിളിനകത്ത് നമ്മൾ ക്യാരക്ടർ അറേ ഓഫ് 20. അപ്പം അറേ ഓഫ് 20 എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അറേ നമ്മൾ ഡിക്ലെയർ ചെയ്തു. അതുപോലെ തന്നെ അതിനകത്തോട്ട് നമ്മുടെ ക്യാരക്ടർ അറേ ഇനിഷ്യലൈസ് ചെയ്യുന്നുണ്ട്. MG യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന അറേ. അപ്പം അതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ നമ്മൾ len എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ ക്യാരക്ടർ ഡിക്ലെയർ ചെയ്യുന്നു. strlen ഓഫ് അറേ. ഈ അറേ നമ്മൾ അതിനകത്ത് ഫങ്ഷനകത്ത് ഇട്ട് കൊടുക്കുന്നു. പിന്നെ നമ്മൾ ഇതിൻ്റെ പ്രിൻ്റെഫിനകത്ത് പ്രിൻ്റ് ചെയ്ത് നോക്കുമ്പോൾ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 13 ആണ്. അപ്പോൾ ഈ 13 എന്ന് പറയുന്ന എങ്ങനെയാണ് ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് അത്രയും വന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ MG സ്പേസ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറായിട്ട് എൻകൗണ്ട് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അടുത്ത ക്യാരക്ടറായിട്ട് എൻകൗണ്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് സ്ട്രിങ് ലെങ്ത് 13 വന്നത്. ഇനി അടുത്ത സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫങ്ഷനാണ് strcpy. അപ്പം strcpy ഒരു സ്ട്രിങ്ങിൽ നിന്ന് അടുത്ത സ്ട്രിങ്ങിനെ കോപ്പി ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്ന പോലെ ഒരു സ്ട്രിങ്ങിനെ ഒരു ഇൻറ്റിജർ വേരിയബിളിനെ അസൈൻ ചെയ്യുന്ന പോലെയൊന്നും നമ്മുടെ ഈ സ്ട്രിങ് ഹാൻഡ്ലിംഗ് സ്ട്രിങ്ങിനകത്ത് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം strcpy എന്ന് പറയുന്ന ഫങ്ഷനാണ് ഒരു സ്ട്രിങ്ങിൽ നിന്ന് അടുത്ത സ്ട്രിങ്ങിനെ കോപ്പി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫങ്ഷൻ.
അപ്പം str_cpy എന്ന് പറയുന്ന ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ str_cpy എന്ന് പറയുന്ന ഫംഗ്ഷൻ 2 സ്ട്രിങ്ങിനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിൽ നിന്നും. പിന്നെ പക്ഷേ നമുക്ക് ഔട്ട്പുട്ട് തരുന്നത് കോപ്പി ചെയ്ത് കിട്ടുന്ന സ്ട്രിങ് ആണ്. ഇതിൻ്റെ സിൻടാക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. str_cpy ഓഫ് ഡെസ്റ്റിനേഷൻ സ്ട്രിങ് സോഴ്സ് സ്ട്രിങ്. അപ്പം രണ്ടും കൂടെ കോപ്പി ചെയ്തിട്ട് ഔട്ട്പുട്ട് മാത്രമേ നമ്മുടെ ഡെസ്റ്റിനേഷൻ സ്ട്രിങ്ങിനകത്ത് അവസാനത്തെ ഫയലിനകത്ത് കാണത്തുള്ളൂ. ഇതിനകത്ത് തന്നേക്കുന്ന എക്സാമ്പിളിനകത്ത് സി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു സോഴ്സ് അറേ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ടാർഗറ്റ് അറേ എന്ന് പറയുന്നത് അറേയും ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ടാർഗറ്റ് അറേക്കകത്ത് ഒന്നും കൊടുത്തിട്ടില്ല. ആദ്യമേ നമ്മൾ സോഴ്സ് അറേ പ്രിൻ്റ് ചെയ്ത് നോക്കുന്നു, അതുപോലെ തന്നെ ടാർഗറ്റ് അറേ ടാർഗറ്റ് സ്ട്രിങ് പ്രിൻ്റ് ചെയ്ത് നോക്കുന്നു. അപ്പോൾ ടാർഗറ്റ് സ്ട്രിങ്ങിനകത്ത് ഇപ്പോൾ ഓൾറെഡി ഔട്ട്പുട്ടൊന്നും ഇല്ല. അവസാനം നമ്മൾ str_cpy എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത് ടാർഗറ്റ് സോഴ്സും കൂടെ കോപ്പി ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ടാർഗറ്റ് എന്ന് പറയുന്നത് സി പ്രോഗ്രാമിംഗിൽ നിന്ന് തന്നെയായിരിക്കും. ഇനി അടുത്ത സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷനാണ് str_cat. അപ്പം str_cat എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ട്രിങ്ങിൻ്റെ എൻഡിൽ അടുത്ത സ്ട്രിങ്ങിനെ ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ അപ്പൻഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ str_cat ഫംഗ്ഷന് യൂസ് ചെയ്യുന്നത്. str ഫംഗ്ഷൻ അതുപോലെ തന്നെ 2 സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അവസാനം റിസൾട്ട് സ്ട്രിങ് 1-നകത്താണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, ആദ്യത്തെ സ്ട്രിങ്ങിനകത്താണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. str_cat ഫംഗ്ഷൻ അക്സെപ്റ്റ് 2 സ്ട്രിങ്സ് str1 ആൻഡ് str2 as an argument ആൻഡ് അപ്പൻഡിങ് string 2 at the end of string 1. അപ്പോൾ സ്ട്രിങ് 1-ൻ്റെ എൻഡിലേക്ക് string 2-നെ അപ്പൻഡ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് string 1-ലേക്ക് സ്റ്റോർ ചെയ്യുവാണ് str_cat ഫംഗ്ഷൻ. ഇവിടെ തന്നേക്കുന്ന എക്സാമ്പിളിനകത്ത് കോട്ടയം എന്ന് പറയുന്ന ആദ്യത്തെ സോഴ്സ് സ്ട്രിങ്ങും രണ്ടാമത്തെ ടാർഗറ്റ് സ്ട്രിങ് എന്ന് പറയുന്നത് MG യൂണിവേഴ്സിറ്റി ആണ്. ഇത് രണ്ടും കൂടെ str_cat എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് ടാർഗറ്റും സോഴ്സും കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന റിസൾട്ടായിരിക്കും. അതായത് MG യൂണിവേഴ്സിറ്റി കോട്ടയം എന്നുള്ള സ്ട്രിങ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മൾ സ്ട്രിങ് 1 ആയിട്ട് ഏത് റിസൾട്ടാണോ കൊടുക്കുന്നത് അതായിരിക്കും അതിൻ്റെ അകത്തോട്ടായിരിക്കും രണ്ടാമത്തെ സ്ട്രിങ് കോപ്പി ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ആദ്യമേ കൊടുത്തത് സോഴ്സും സെക്കൻഡ് ടാർഗറ്റ് സ്ട്രിങ് ആണെങ്കിൽ പോലും നമ്മൾ str_cat എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് ടാർഗറ്റ് എന്ന് പറയുന്ന ആ സ്ട്രിങ് ആണ് ഫസ്റ്റ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ പുറകിലാണ് സോഴ്സ് എന്ന് പറയുന്ന അടുത്ത സ്ട്രിങ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് റിസൾട്ട് നമുക്ക് MG യൂണിവേഴ്സിറ്റി കോട്ടയം എന്ന് കിട്ടിയത്. നേരെ തിരിച്ച് സോഴ്സ് ടാർഗറ്റ് കൊടുത്തായിരുന്നെങ്കിൽ കോട്ടയം MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടത്തുള്ളായിരുന്നു. ഇനി str_cmp എന്ന് പറയുന്ന അടുത്ത സ്ട്രിങ് ഫംഗ്ഷൻ ഉണ്ട്. അത് നമുക്ക് 2 സ്ട്രിങ്ങിനെ കമ്പയർ ചെയ്യാൻ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ട് കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് str_cmp എന്ന് പറയുന്ന ഈ സ്ട്രിങ് യൂസ് ചെയ്യുന്നത്. ഇഫ് ദ ഫസ്റ്റ് ക്യാരക്ടർ ഓഫ് 2 സ്ട്രിങ്സ് ആർ ഈക്വൽ നെക്സ്റ്റ് ക്യാരക്ടർ ഓഫ് 2 സ്ട്രിങ്സ് ആർ കമ്പയർഡ്. അപ്പോൾ നമ്മുടെ സ്ട്രിങ്ങിൻ്റെ ഫസ്റ്റ് ക്യാരക്ടർ ഈക്വൽ ആണെങ്കിൽ രണ്ടാമത്തെ ക്യാരക്ടർ 2 സ്ട്രിങ്ങിൻ്റെയും കമ്പയർ ചെയ്യും. അങ്ങനെയാണ് str_cmpക്കകത്ത് പെർഫോം ചെയ്യുന്നത്. ഇത് പെർഫോം ചെയ്യുന്നത് ദിസ് കണ്ടിന്യൂസ് അണ്ടിൽ ദ കറസ്പോണ്ടിങ് ക്യാരക്ടേഴ്സ് ഓഫ് 2 സ്ട്രിങ്സ് ആർ ഡിഫറെൻറ്റ് ഓർ നൾ ക്യാരക്ടർ /0 ഈസ് റീച്ച്ഡ്. അപ്പോൾ 2 സ്ട്രിങ്ങുകളും കമ്പയർ ചെയ്തിട്ട് എവിടെയെങ്കിലും ഡിഫറെൻറ്റ് ക്യാരക്ടർ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ /0 അവിടം വരെ ഈ str_cmp എന്ന് പറയുന്ന ഫംഗ്ഷന് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സിൻടാക്സ് താഴെ തന്നിട്ടുണ്ട്. ഇൻറ്റ് str_cmp str1 str2. അപ്പോൾ എന്തിനാണ് നമ്മൾ ഇൻറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. ഇതിന് str_cmpക്ക് ഒരു റിട്ടേൺ വാല്യൂ ഉണ്ട്, 0 അല്ലെങ്കിൽ നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ഇൻറ്റിജർ. ഇപ്പോൾ ഇത്രയും കണ്ട നമ്മുടെ സ്ട്രിങ് ഫംഗ്ഷന് ഒന്നും റിട്ടേൺ വാല്യൂ ഇല്ലായിരുന്നു. പക്ഷേ ഇതിന് ഒരു റിട്ടേൺ വാല്യൂ വരുന്നുണ്ട്. അതിനാണ് ഇൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്.
അപ്പോൾ STR-CMBയുടെ റിട്ടേൺ വാല്യൂ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 0 ആയിരിക്കും. 0 വരുന്നത് സ്ട്രിങ്സ് ഈക്വൽ ആണെങ്കിൽ 0 എന്ന് പറയുന്ന റിട്ടേൺ വാല്യൂ വരും. അല്ലെങ്കിൽ നെഗറ്റീവ് വരുന്നത് ഇഫ് ദ ആസ്കി വാല്യൂ ഓഫ് ഫസ്റ്റ് അൺമാച്ച്ഡ് ക്യാരക്ടർ ഈസ് ലെസ് ദാൻ സെക്കൻഡ്. അപ്പോൾ സെക്കൻഡിനെക്കാട്ടിലും ലെസ് ദാൻ ആണെങ്കിൽ മാത്രമേ, ഫസ്റ്റ് അൺമാച്ച്ഡ് ക്യാരക്ടർ എന്ന് പറയുന്നത് സെക്കൻഡിനെക്കാട്ടിലും ലെസ് ദാൻ ആണെങ്കിലാണ് നെഗറ്റീവ് ക്യാരക്ടർ റിട്ടേൺ വാല്യൂ ആയിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇഫ് ദി ആസ്കി വാല്യൂ ഓഫ് ഫസ്റ്റ് അൺമാച്ച്ഡ് ക്യാരക്ടർ ഈസ് ഗ്രേറ്റർ ദാൻ. അപ്പം ഫസ്റ്റ് അൺമാച്ച്ഡ് ക്യാരക്ടർ സെക്കൻഡിനെക്കാട്ടിലും ഗ്രേറ്റർ ആണെങ്കിൽ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കും റിട്ടേൺ വാല്യൂ കിട്ടുന്നത്. അപ്പം നമുക്ക് കിട്ടുന്ന റിസൾട്ട് 0 ആണെങ്കിൽ മാത്രമേ നമ്മുടെ സ്ട്രിങ്സ് ഈക്വൽ ആയിട്ട് നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇവിടെ തന്നേക്കുന്ന എക്സാമ്പിളിനകത്ത് ABCDEF എന്ന് പറയുന്ന രണ്ട് സ്ട്രിങ്ങിനെ കമ്പയർ ചെയ്ത് അതിൻ്റെ റിസൾട്ടാണ് നോക്കുന്നത്. അപ്പം ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് STR2 ഈസ് ലെസ് ദാൻ STR1 എന്നേ കിട്ടത്തുള്ളൂ. അതായത് നമ്മുടെ ഈ ABCDEFൻ്റെ ആസ്കി വാല്യൂ വെച്ചിട്ടാണ് ഇതിൻ്റെ റിട്ടേൺ വാല്യൂ ലെസ് ദാൻ ആയിട്ട് കിട്ടിയത്. STR2 ലെസ് ദാൻ STR1 ആയിട്ട് വന്നത്. അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് കാണും, സ്മോൾ എയുടെ ആസ്കി വാല്യൂ എങ്ങനെയാണ് ക്യാപിറ്റൽ എയുടെ ആസ്കി വാല്യൂവിനെക്കാട്ടിലും വലുതാവുന്നതെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് കാണും. അതിനുവേണ്ടി ഞാൻ ഒരു ടേബിൾ തരുന്നുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ സ്മോൾ എയുടെയും അതുപോലെ തന്നെ ക്യാപിറ്റൽ എയുടെയും ആസ്കി വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ 3rd മൊഡ്യൂളും ഇതോടെ കഴിഞ്ഞിരിക്കുവാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം.